തൽക്ഷണത്തിലേക്ക് സ്വാഗതം. അക്കങ്ങളുടെ അഭ്യാസവും പ്രഖ്യാപനങ്ങളുടെ പ്രഹേളികയുമായാണ് ഓരോ ബജറ്റും കടന്നുപോകുന്നത്. ഭാവന സമ്പന്നമായത്, പ്രതീക്ഷയേകുന്നത്, ജനപ്രിയമായത് എന്നിങ്ങനെ സർക്കാർ അനുകൂലികൾ ബജറ്റുകളെ വിശേഷിപ്പിക്കുമ്പോൾ നിരാശാജനകം, യാഥാർത്ഥ്യബോധമില്ലാത്തത്, കുത്തകളെ പ്രീണിപ്പിക്കുന്നത്, സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നത്, ദിശാബോധമില്ലാത്തത് എന്നൊക്കെയുള്ള ആരോപണമാവും പ്രതിപക്ഷത്തുള്ളവർ ഉന്നയിക്കുന്നത്. ഏത് ബജറ്റിനോടുമുള്ള പ്രതികരണങ്ങളുടെ പതിവ് രീതി ഇതാണ്. അവകാശവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മധ്യേ വസ്തുതകൾ അവഗണിക്കപ്പെടുന്നു എന്നതാണ് ബജറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട സ്ഥിരം കാഴ്ച. സതീശൻ സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം? ബജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു വിലയിരുത്തലല്ല, മറിച്ച് ബജറ്റിൽ പ്രതിഫലിക്കുന്ന സമീപനം എന്ത് എന്ന അന്വേഷണമാണ് തൽക്ഷണത്തിന്റെ ഈ ലക്കം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുമായാണ് തങ്ങൾ അധികാരത്തിലേറിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിരന്തരമായ പരിദേവനം. അതല്ല വസ്തുതയെങ്കിലും നുണകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണല്ലോ രാഷ്ട്രീയക്കാരുടെ തനതു ശൈലി. ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ സുമോഹന വാഗ്ദാനങ്ങളായിരുന്നല്ലോ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുറുപ്പ് ഷീട്ട്. അത് വോട്ടർമാരിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലവും. അധികാരമേറ്റ് ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ചില വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ആദ്യ ചുവടുവെപ്പ് നടത്താൻ സർക്കാരിന് കഴിഞ്ഞുവെന്നത് പ്രശംസനീയമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചതാണ് ഒരു കാര്യം. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയായിരുന്നു എന്ന വാദം വസ്തുതയായിരുന്നുവെങ്കിൽ സർക്കാരിന്റെ നിത്യനിദാന ചെലവുകൾക്ക് പുറമെ ഇപ്പറഞ്ഞതിനുള്ള വക ഉണ്ടാകുമായിരുന്നില്ലല്ലോ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ് മറ്റൊന്ന്. എവിടെയും പോകാം, ഏതു ബസ്സിലും പോകാം, വിനോദയാത്ര പോകാം, തീർത്ഥാടനത്തിന് പോകാം എന്നൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താളത്തിൽ തള്ളിയിരുന്നു. ആ വാഗ്ദാനങ്ങളോട് നീതി പുലർത്താൻ കഴിയുമെന്ന് ആരും വ്യാമോഹിച്ചിരുന്നില്ല. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയാണെങ്കിലും സ്ത്രീ സൗജന്യ യാത്ര ജൂൺ 15 യാഥാർത്ഥ്യമാക്കി എന്നതിൽ സർക്കാർ അഭിനന്ദനം അറിയിക്കുന്നു. ഇത്തരം ഒരു നടപടി മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ എങ്ങനെ മറികടക്കുമെന്നോ KSRTC പേറേണ്ടി വരുന്ന അധിക സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിനെ കുറിച്ചോ വ്യക്തവും ശാസ്ത്രീയവുമായ കാഴ്ചപ്പാടുകൾ ഇല്ലാതെയാണ് എളുപ്പത്തിൽ കയ്യടി കിട്ടുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. ഇത്തരം പദ്ധതികൾ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ എന്തെന്ന പഠനവും പ്രസക്തമാണ്. വേണ്ടത്ര പഠനം നടത്തിയും അനുബന്ധ പ്രത്യാഘാതങ്ങൾ പരമാവധി കുറച്ചും നിർണിതമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അസമത്വങ്ങൾ ഒഴിവാക്കിയും അത് നടത്താമായിരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ഉയർന്ന സ്ഥിരവരുമാനക്കാരെയും മറ്റും ഒഴിവാക്കി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതി ആവിഷ്കരിച്ചാലും ജനങ്ങൾ എതിർക്കുമായിരുന്നില്ല. ഇപ്പോൾ സ്വകാര്യ ബസ് വ്യവസായവും ആ മേഖലയിലെ തൊഴിലാളികളും പ്രതിസന്ധിയിലാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. എന്തായാലും സ്ത്രീ സൗജന്യയാത്രയ്ക്കായി കണക്കാക്കുന്ന തുകയും പ്രതീക്ഷിക്കുന്ന ബാധ്യതയും തമ്മിൽ ഒത്തുപോകില്ലെന്നതാണ് ബജറ്റിന്റെ മറ്റു പല പോരായ്മകളെയും പോലെ ഒരു കാര്യം. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണിയും എന്ന അവസ്ഥയിലുള്ള KSRTCയിൽ ഈ പദ്ധതി നടപ്പാക്കാൻ മിനിമം സാവകാശം വേണമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പ്രതിപക്ഷം സമ്മതിച്ചില്ലെങ്കിലും ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു. സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകി ധവളപത്രമിറക്കിയ സർക്കാരാണ് ഈ ധൃതി കാണിച്ചതെന്ന് പ്രത്യേകം ഓർക്കണം. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി നീക്കിവെച്ച ബജറ്റ് വിഹിതം 10 കോടി മാത്രമാണ്. കർഷകരുടെ കാര്യത്തിലും പരമ്പരാഗത മേഖലയുടെ കാര്യത്തിലും ബജറ്റ് കാരുണ്യം കാണിച്ചില്ലെന്നാണ് മനസ്സിലാകുന്നത്. റബ്ബറിന്റെ താങ്ങുവിലയ്ക്ക് നീക്കിവെച്ച വിഹിതവും പര്യാപ്തമല്ല. കൂടുതൽ മെഡിക്കൽ കോളേജുകളുടെ പ്രഖ്യാപനമുണ്ടെങ്കിലും അതിനും നീക്കിവെച്ച വിഹിതം ഇത്തിരി പോന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട DA കുടിശ്ശിക കൊടുക്കുമെന്ന് കട്ടായം പറയുന്നതാണ് സതീശൻ ബജറ്റിലെ മറ്റൊരു വിസ്മയം. സ്ത്രീ സുരക്ഷാ പദ്ധതിയും അഷ്വേർഡ് പെൻഷനും PMCയോടൊപ്പം അറബിക്കടലിൽ എറിഞ്ഞതാണ് കേൾക്കുന്നത്. പദ്ധതി അടങ്കൽ തുക വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ബജറ്റ് ഒരു വികസന കുതിച്ചുചാട്ടത്തിന് ഉതകുന്നതാണോ എന്നതും പരിശോധന അർഹിക്കുന്നു. വിഷന്റെ ഉസ്താദാണ് VD സതീശൻ എന്ന തള്ളുകളൊക്കെ നീർക്കുമിളയ്ക്ക് സമാനമായി മാറുന്നതാണ് ബജറ്റിൽ കാണുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ധനാഗമന മാർഗങ്ങൾ എന്ത് എന്ന് വ്യക്തമാകുന്നില്ല. ഒരു പൈസ പോലും നികുതി കൂട്ടാത്ത ബജറ്റെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും പദ്ധതികൾക്ക് പണമെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. നിക്ഷേപങ്ങൾ കൊണ്ട് ഖജനാവ് നിറയ്ക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ VD സതീശൻ പറഞ്ഞിരുന്നത്. ഏത് നിക്ഷേപം, എത്ര, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഒന്നിനും മറുപടിയില്ല. മൊത്തത്തിൽ കണക്കുകളിലെ ഒരു പൊരുത്തക്കേട് ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഉടനീളം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. വേറൊരു സംഗതി, പബ്ലിക് യൂട്ടിലിറ്റി സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള നീക്കത്തെക്കുറിച്ച ആശങ്കകളാണ്.
മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും പബ്ലിക് യൂട്ടിലിറ്റി സർക്കാർ മേഖലയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും വെള്ളം, വൈദ്യുതി തുടങ്ങി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയ പദ്ധതികൾ പലതും തിക്താനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. മറ്റൊരു അപകടകരമായ സംഗതി ഭൂമിയിൽ കൈവയ്ക്കാനുള്ള സതീശൻ സർക്കാരിന്റെ നീക്കമാണ്. ഭൂപരിഷ്കരണ നിയമം പുനഃപരിശോധിച്ചും വ്യവസായങ്ങളുടെ പേരിൽ കോർപ്പറേറ്റുകൾക്ക് ഭൂമി തീരെഴുതിയും സംസ്ഥാനത്തെ കുത്തുപാളയെടുപ്പിക്കാനുള്ള നീക്കം കരുതിയിരിക്കണം. സർക്കാർ സംരംഭങ്ങൾ തുടങ്ങേണ്ടതില്ല, സ്വകാര്യ കുത്തകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ മതിയെന്ന വിഷൻ സ്വന്തമായുള്ള ആളാണ് മുഖ്യമന്ത്രി. പൊതുമേഖല പറ്റ കൈയൊഴിഞ്ഞ് കോർപ്പറേറ്റ് ഭീമന്മാരെ കൊഴിപ്പിക്കാനുള്ള പൂതിയാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റെ കുറിച്ച് വാചോടോപം വിളമ്പുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള മംഗലാപുരം യാത്രയെക്കുറിച്ച് വിശ്വസനീയമായ വിശദീകരണം ഇതുവരെ ഇപ്പോഴും അദ്ദേഹം നൽകിയിട്ടില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യം നിങ്ങൾ ആര് ചോദിക്കാൻ എന്ന മട്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്. എന്തായാലും സമുദ്ര മിഷനും പോർട്ട് സിറ്റിയും ഒക്കെ ബജറ്റിൽ കടന്നു വരുമ്പോൾ ഈ മംഗലാപുരം യാത്രയും പാവം മലയാളികളുടെ മനസ്സിലുണ്ടാവണം എന്നാണ് തൽക്ഷണത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത്. തുറമുഖം, ധനകാര്യം എന്നീ പോർട്ട്ഫോളിയോകൾ മുഖ്യമന്ത്രി സതീശൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ കരിമണലിലും കടൽ തീരത്തും ബജറ്റ് നങ്കൂരമിടുമ്പോൾ അറിയാതെ ചില ആശങ്കകൾ മനസ്സിൽ കൂടുകൂട്ടുന്നു. താൻ അറിയാത്ത ആരോ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ആര്യാടന്റെ അകന്ത ബന്ധുവിനെ കാണാൻ മംഗലാപുരത്തെത്തിയപ്പോൾ അവിടെ അദാനിയുടെ ആരോ കൂടി ഉണ്ടായിരുന്നു എന്നതൊക്കെ അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്ന അപവാദങ്ങൾ മാത്രമായിരിക്കട്ടെ എന്ന് ആശ്വസിക്കാനാണ് തൽക്കാലം തൽക്ഷണത്തിന് ഇഷ്ടം.